SSLC എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാണല്ലോ. കുറച്ച് ദിവസത്തിനകം റിസൾട്ട് ഇങ്ങ് എത്തുമല്ലോ. +1 സയൻസ് എടുക്കാൻ താല്പര്യമുള്ളവരും ഉണ്ടല്ലോ. പക്ഷെ എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ലല്ലേ. 6 സബ്ജക്റ്റാണ് +1 ഉള്ളത്. ഓരോ സബ്ജക്റ്റ് എങ്ങനെ ഡീല് ചെയ്യും സാറേ എന്ന് പലർക്കും ഡൗട്ടുണ്ട് അല്ലേ മക്കളെ? ആ ഡൗട്ട് തീർക്കാനാണ് മക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എൻ്റെ പഞ്ചാര മുഞ്ചാരകളെ, മുഞ്ചന്മാരെ, മുഞ്ചത്തികളെ, എൻ്റെ തക്കുടുകളെ, എൻ്റെ പേര് ഡോക്ടർ അഖിൽ. ഞാൻ നിങ്ങളെ +1 ബയോളജി ബോട്ടണിയാണ് പഠിപ്പിക്കുക. പലർക്കും എന്നെ അറിയില്ലായിരിക്കും മക്കളെ. എന്നെ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേടാ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാ ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ +1 +2 പഠിക്കണം എന്നുള്ള കാര്യം നമ്മൾ പറയാൻ പോണത്. സത്യമാ, SSLC നിങ്ങൾ എങ്ങനെയായോ ബയോളജിയെ കണ്ടത് അതേപോലെ അല്ല മക്കളെ. +1 കുറച്ചുകൂടെ ടഫാണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറച്ചുകൂടെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണവും കൂടുതലാണ്. ചുമ്മാ കാണാതെ പഠിച്ച് നിങ്ങൾ SSLC എക്സാമിന് ഛർദ്ദിച്ച പോലെ അല്ല +1. നല്ല പോലെ ഇരുന്നാലേ മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്ന കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. മക്കളെ, +1 ബയോളജിയെ കുറിച്ച് നോക്കാം. ബയോളജിയിൽ 2 ഭാഗമുണ്ട്. പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ബോട്ടണി, ആനിമൽസിനെ കുറിച്ച് പഠിക്കുന്നതാണ് സുവോളജി. ബോട്ടണി 30 മാർക്കിന്, സുവോളജി 30 മാർക്ക്, ടോട്ടൽ 60 മാർക്കിനെ വരിക. സാധാരണ ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഏതെടുത്താലും ഒറ്റ സബ്ജക്റ്റ് അല്ലേ, ഒറ്റ പേപ്പറാണ്. എന്നാൽ ബയോളജീൻ്റെ പരീക്ഷയ്ക്ക് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ബോട്ടണീൻ്റെ ഒരു ഭാഗം കാണും, പിന്നെ സുവോളജീൻ്റെ ഒരു ഭാഗം കാണും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. രണ്ടായിട്ടാ, രണ്ട് വ്യത്യസ്ത ടീച്ചേഴ്സ് ആയിരിക്കും പഠിപ്പിക്കുക. ഒരു ടീച്ചേഴ്സ് അല്ല പഠിപ്പിക്കുക. ബോട്ടണി പഠിപ്പിക്കാൻ നിങ്ങളുടെ സ്കൂളിൽ ഒരു ടീച്ചർ കാണും, സുവോളജി പഠിപ്പിക്കാൻ വേറെ ടീച്ചർ കാണും മക്കളെ. ബോട്ടണി 9 ചാപ്റ്റർ +1 പഠിക്കാനുള്ളത്, സുവോളജി 10 ചാപ്റ്റർ. അപ്പൊ ടോട്ടൽ 19 ചാപ്റ്റർ നമുക്ക് +1 ബയോളജി പഠിക്കേണ്ടത്. സിമ്പിളാ. പണ്ട് 8ഉം 7ഉം 6ഉം ഒക്കെ നിങ്ങൾ പഠിച്ചത് +1 സോറി 10ാം ക്ലാസ്സിൽ. ഇപ്പൊ +1 വരുമ്പോഴോ സുവോളജിയും ബോട്ടണിയും അടക്കം 19 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് മക്കളെ. ബോട്ടണിയെ കുറിച്ചാണ് ഇന്ന് അഖിൽ സാർ സംസാരിക്കുക. ഞാൻ ബോട്ടണീൻ്റെ മാഷാണല്ലോ. ബോട്ടണി നമുക്ക് 9 ചാപ്റ്റർ ഉണ്ട്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, വായിൽ കിട്ടില്ല, എൻ്റെ ഒപ്പം പറയാൻ നോക്കിക്കോ. ബയോളജി ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി, അനാറ്റമി, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, പ്ലാന്റ് ഗ്രോത്ത്. ഈ 9 ചാപ്റ്ററാണ് +1 പഠിക്കാനുള്ളത്. ഇത് ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ആണ് കേട്ടോ. 3 മാർക്ക്, 2 മാർക്ക്, 3 3 3 5 4 4. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചാൽ അത് ഫോട്ടോസിന്തസിസ് ആണ്. ഫോട്ടോസിന്തസിസ് ആണ് 5 മാർക്കിന് ചോദിക്കുക. റെസ്പിറേഷൻ 4, പ്ലാന്റ് ഗ്രോത്ത് 4. ഏറ്റവും കുറവ് വെയിറ്റേജ് ഉള്ളത് ഏതാ? പ്ലാന്റ് കിങ്ഡത്തിനാണ്. നിങ്ങൾ നോക്കി വെക്കുക, ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് അനുസരിച്ച് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകില്ല. +1 അവസാനം എത്തുമ്പോൾ എല്ലാം കൂടെ ആദ്യമേ പഠിക്കാൻ തുടങ്ങും. ആദ്യമേ പഠിക്കാൻ നേരം ആദ്യം നമ്മൾ പഠിക്കേണ്ട ഏതാ? വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കുക. ഇതിപ്പോൾ നിങ്ങൾ ഓർഡറിലേ പഠിച്ചു, നിങ്ങൾക്ക് സമയമുണ്ട്. ഞാൻ പറയാം, പല നിങ്ങളുടെ സീനിയേഴ്സും പറയാറുണ്ട്, സാർ ഞങ്ങൾ കുറേ സമയം കളഞ്ഞു, അവസാനത്തേക്ക് ഞങ്ങൾക്ക് പഠിക്കാൻ നിന്നു, ആദ്യത്തെ ദിവസങ്ങളിൽ ചുമ്മാ അലമ്പിക്കളഞ്ഞു. നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ ഒരു പ്ലാനോട് കൂടി ചെയ്യുക. നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഉഴപ്പിക്കളഞ്ഞ് കാണും, മാർക്ക് കുറഞ്ഞു പോയി കാണും. +1 തിരിച്ചു പിടിക്കാൻ നോക്കുക. ഒരു പ്ലാനിങ്ങോടെ തന്നെ നിങ്ങൾ +1 പോവുക. ആ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന അതേപോലെ പഠിക്കുക. ആദ്യം മുതൽ തന്നെ കുറച്ച് പഠിച്ചു പോയാൽ അവസാനം ഒരു ഭാരമായിട്ട് മാറില്ല മക്കളെ. അതുകൊണ്ട് ആദ്യം തന്നെ കുറച്ച് നല്ല പോലെ പഠിക്കാൻ ശ്രമിക്കുക. ഓണം എക്സാമിന് വരിക ഈ 3 ചാപ്റ്റർ, ബയോളജി ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി. ഈ 3 ചാപ്റ്ററാണ് ഓണം എക്സാമിന് വരിക. ക്രിസ്മസ് എക്സാം ആകുമ്പോഴോ അനാറ്റമി, സെൽ സൈക്കിൾ, ഫോട്ടോസിന്തസിസ് വഴി ക്രിസ്മസ് എക്സാമിനുണ്ട്. ഇത് ഫുള്ള് കാണുമല്ലോ. മെയിൻ എക്സാമോ മോഡൽ എക്സാമിന് അത് ഫുൾ ചാപ്റ്റേഴ്സും കാണും. ഇത്രയാണ് ചാപ്റ്റേഴ്സ്, അതിൻ്റെ വെയിറ്റേജ്. എങ്ങനെ പഠിക്കും സാർ? ചാപ്റ്റേഴ്സ് 9 എണ്ണം ഉണ്ട്. 9 എണ്ണം എങ്ങനെ പഠിക്കും? ഓരോ ചാപ്റ്റർ കുറേ പഠിക്കാനുണ്ട്. ഞാൻ പേടിപ്പിക്കാൻ പറയല്ലോ മക്കളെ, ഞാൻ സത്യാവസ്ഥ പറയാം. സത്യാവസ്ഥകളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. 9 ചാപ്റ്റർ ഉണ്ട്. നല്ല പോലെ മനസ്സിലാക്കിയാലേ ഓരോ ചാപ്റ്ററും പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. കാണാതെ പഠിക്കാൻ നിന്നാൽ നല്ല ലോഡാകും. ഓരോ ഭാഗവും കൺസെപ്റ്റോട് കൂടി മനസ്സിലാക്കി ഇതെന്താ സംഭവം, ഇതെന്താ പറയുന്നത് മനസ്സിലാക്കി പഠിച്ചാലുണ്ടല്ലോ 9 ചാപ്റ്ററും സിമ്പിളായിട്ട് മാറും. എങ്ങനെ പഠിക്കണം സാർ? SSLC പോലെ അല്ല കേട്ടോ നിങ്ങളുടെ +1 ബയോളജി. SSLC പോലെ ഉഴപ്പി നടന്നാൽ കിട്ടില്ല. നല്ല പോലെ പഠിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ചാനലുകൾ കാണുമല്ലോ. ഏത് ചാനലും ആയിക്കോട്ടെ, നിങ്ങൾ ഏതാണോ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ആ ചാനലിലെ ഡീറ്റെയിൽഡ് ക്ലാസ് കാണുക. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഫോട്ടോസിന്തസിസ് അല്ലേ? ഫോട്ടോസിന്തസിസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കാണുക. അത് യൂട്യൂബിൽ കാണാം, ചിലപ്പോൾ അവരുടെ ആപ്പിൽ കാണും. എവിടുന്നാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കാണുക. 1 ഷോട്ട് അല്ല, 2-3 അവറിലുള്ളതല്ല, മണിക്കൂർ കൊണ്ട് തീർക്കുന്നതല്ല. അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത വീഡിയോസ് കിട്ടും. ആ
ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കണ്ടു തീർക്കുക. ഈ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ നോട്ട് ഉണ്ടാക്കുക. നിങ്ങൾ വീഡിയോ കാണുന്നു, ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ വൃത്തിക്ക് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, നോട്ട് ഉണ്ടാക്കുക. നോട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ പഠിക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടും. കുറച്ച് എവിടെയെങ്കിലും ലാഗായി പോയിന്നിരിക്കട്ടെ, പഠിക്കാൻ പറ്റില്ല എന്നിരിക്കട്ടെ, അതിന് നോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ പിന്നെയും പഠിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പോൾ വീഡിയോ കാണുന്നു സാറേ, നോട്ട് ഉണ്ടാക്കുന്നു. നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾ ആ ബയോളജീൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് അതിലൊന്നും ടെക്സ്റ്റ് ബുക്ക് വേണം നിർബന്ധമില്ല. പക്ഷെ ബയോളജിയിലേക്ക് വരുമ്പോൾ പാഠപുസ്തകം നല്ല പോലെ വായിക്കണം. നമ്മൾ പാഠപുസ്തകത്തെ വിളിക്കുന്ന പേരാണ് NCERT എന്ന് വിളിക്കുക. +1 +2 പാഠപുസ്തകങ്ങളെ വിളിക്കുന്ന പേരെന്താ? NCERT എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു, നോട്ട് ഉണ്ടാക്കി, എന്നിട്ട് ആ ചാപ്റ്റർ ഫോട്ടോസിന്തസിസ് അല്ലേ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചാപ്റ്റർ വായിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്റർ വൃത്തിക്ക് വായിക്കാൻ ശ്രമിക്കുക. ഓരോ ലൈനിലൂടെ പോവുക, പറ്റുന്നത്ര വായിക്കുക, മനസ്സിലാക്കി വായിക്കുക. അതാണ് ഞാൻ ഇവിടെ എത്തിയേക്കുന്നത്. വായിക്കുന്ന സമയം NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയം മനസ്സിരുത്തി വായിക്കണം. ചുമ്മാ ഇതെന്താ ചുമ്മാ കാണാതെ പഠിക്കാൻ നിൽക്കല്ലോ മക്കളെ. മനസ്സിരുത്തിയിട്ട് വേണം ചാപ്റ്ററിലെ ആ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ലൈനും എൻ്റെ മക്കൾ വായിക്കാൻ. അടുത്ത എന്ത് വേണം സാർ? ഈ NCERT വായിക്കുന്നതിനൊപ്പം തന്നെ NCERTയിലെ ഡയഗ്രാംസ് നോക്കുക. ഡയഗ്രാംസ് ഏത് വേണമെങ്കിലും അടയാളപ്പെടുത്താൻ ചോദിക്കാം. NCERTയിലുള്ള ഡയഗ്രാം തന്നു, അത് നിങ്ങൾ സിമ്പിളായി തള്ളിക്കളയും, പക്ഷെ അത് പരീക്ഷയ്ക്ക് വരാം. NCERTയിൽ എത്ര ഡയഗ്രാം ഉണ്ടോ അതൊക്കെ പരീക്ഷയ്ക്ക് വരും മക്കളെ. അപ്പൊ ഡയഗ്രാംസ് നോക്കുക, ഡയഗ്രാംസും ടേബിൾസും ഒക്കെ നോക്കി വെക്കുക. ഈ NCERT വായിക്കുമ്പോഴായിരിക്കും കുറച്ച് പുതിയ അറിവുകൾ കിട്ടുക. ആ അറിവുകളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ എഴുതിയ നോട്ടില്ലേ, ആ നോട്ടിലേക്ക് ആഡ് ചെയ്യുക. ഡയഗ്രാംസ് ഒക്കെ അവിടെ ഇരുന്നോട്ടെ, അത് വരയ്ക്കാൻ സമയം കളയണ്ട, അത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. പക്ഷേ എക്സ്ട്രാ പോയിന്റുകൾ എവിടെയെങ്കിലും വായിക്കുമ്പോൾ കിട്ടുന്ന എക്സ്ട്രാ പോയിന്റുകൾ നിങ്ങൾ ഉണ്ടാക്കിയ നോട്ടിൽ കൊണ്ട് എഴുതി ചേർക്കുക. അവസാനം എന്ത് ചെയ്യുക? കോഡുകൾ ഉണ്ടാക്കുക. ഓരോന്നും പഠിക്കാൻ ഓർത്തു വെക്കാൻ കോഡുകൾ നല്ലതാ. നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ കോഡ് വെച്ചാൽ പഠിപ്പിക്കുക. കുറേ കാര്യങ്ങളുണ്ട് കോഡ് വെച്ച് പഠിച്ച. എക്സാമ്പിളാ നല്ല സിമ്പിളാ. ആൽഗേൻ്റെ എക്സാമ്പിൾ ഉണ്ട്, അതേപോലെ ഫോട്ടോസിന്തസിസിലുണ്ട്, അതേപോലെ സെൽ സൈക്കിളിലുണ്ട്. എല്ലാ കാര്യങ്ങളും കോഡായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കഥകളായിട്ടോ വല്ലതും ഓർത്ത് വെക്കാൻ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കോഡുകൾ ഉണ്ടാക്കുക. അപ്പോൾ വേഗം നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും മക്കളെ. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ. ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്? വീഡിയോ കാണുന്നു, നോട്ട് ഉണ്ടാക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലെ ഡയഗ്രാംസും ടേബിൾസും നോക്കുന്നു, കോളങ്ങളും ഒക്കെ നോക്കി വെക്കുന്നു. എക്സ്ട്രാ കിട്ടുന്ന പോയിന്റുകളെ വീണ്ടും നോട്ടിൻ്റെ സൈഡിൽ കൊണ്ട് എഴുതി വെക്കുന്നു. കോഡുകൾ ഉണ്ടാക്കി പഠിക്കുന്നു. വീണ്ടും പറയാം, കോഡുകൾ ഉണ്ടാക്കി പഠിക്കാൻ നോക്കിക്കോ മക്കളെ. ഇത്രയാണ് +1 ബയോളജി പഠിക്കാനുള്ള ഒരു വേഗത്തിൽ നമ്മൾ ഉണ്ടാക്കിയൊരു വീഡിയോ ആണ് മക്കളെ. എനിക്കൊരു കാര്യം പറയുള്ളത്, പിന്നെ ഒരു പെർഫെക്റ്റ് പ്ലാനോട് കൂടി +1 പോവുക. മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്, 1 മുതൽ 10ാം ക്ലാസ് വരെ. എനിക്ക് +1 വന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളിൽ ഒരു 2-3 മാസം ഒരു ഡിഫിക്കൽട്ട് തോന്നിയ ഇംഗ്ലീഷ് വെച്ച് അതിലെ വാക്കുകൾ വെച്ച് ഒരു ബുദ്ധിമുട്ട് തോന്നും. പിന്നെ നമുക്ക് അതിനോട് പ്രശ്നമില്ലാതെയാകും മക്കളെ. അതിനോട് ആ വാക്കുകൾക്ക് പിന്നാലെ പോയി അത് ഒപ്പം കൂടിയാൽ 3-4 മാസം കഴിയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു സാധനം പ്രശ്നമില്ലാതായി മാറും. മലയാളം മീഡിയത്തിൽ നിന്ന് വന്നവരുടെ ഇപ്പോഴുമുള്ള ടെൻഷൻ എന്താ സാർ? ഞാൻ +1 സയൻസ് എടുക്കുമ്പോൾ അതിൽ എനിക്ക് മലയാളം മീഡിയത്തിൽ നിന്ന് വന്നുകൊണ്ട് പ്രശ്നമാകുമോ? അങ്ങനെ പ്രശ്നം ഉണ്ടാകും ആദ്യത്തെ കുറച്ച് സമയം. പിന്നീട് നിങ്ങൾക്ക് ആ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് മാറും, നിങ്ങൾക്ക് എളുപ്പമായിട്ട് മാറും കേട്ടോ. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഞാൻ മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന ഒരാളാണ്, ഞാൻ ഇന്ന് പഠിച്ച ഡോക്ടറായ ഒരാളാണ്, ഇംഗ്ലീഷൊന്നും പ്രശ്നമില്ല. ആദ്യത്തെ 2-3 മാസമേ പ്രശ്നമുള്ളൂ, പിന്നെ അതിൻ്റെ ഒപ്പം പഠിച്ച് നമുക്ക് പോകാൻ പറ്റും. ടെൻഷൻ അടിക്കണ്ട, പെർഫെക്റ്റ് പ്ലാനോട് കൂടി പൊക്കോ. +1 SLC പോലെ സിമ്പിൾ ആകണമെങ്കിൽ നല്ല പോലെ മെനക്കെടണം. ഞാൻ നിങ്ങളെ ചുമ്മാതെ പറഞ്ഞ് പേടിപ്പിക്കുമെന്നല്ല, പക്ഷെ സത്യാവസ്ഥ അതാ. പഠിക്കുന്നവർക്ക് മാത്രമാണ് മാർക്ക് കിട്ടുക. അവിടെ +1 +2 SLC എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അത്യാവശ്യം കുറച്ച് വായിച്ചാൽ തന്നെ നല്ല മാർക്ക് കിട്ടും. അതേപോലെ അല്ല +1 +2 ബയോളജിയിലെ ഏത് സബ്ജക്റ്റ് എടുത്താലും അത്യാവശ്യം മെനക്കെടുന്നവനെ, ഇരിക്കുന്ന ആൾക്ക്, ഇരുന്ന് നല്ല പോലെ കൺസെപ്റ്റോട് കൂടി മനസ്സിരുത്തി വായിക്കുന്ന ആൾക്ക് മാത്രമേ നല്ല സ്കോർ കിട്ടാറുള്ളൂ മക്കളെ. അപ്പോൾ പഠിക്കുക, നല്ലപോലെ പഠിക്കുക. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഈ വീഡിയോ ഒന്നും കണ്ട് നിങ്ങൾ ചുമ്മാ സ്കിപ്പ് അടിച്ച് കളയില്ല. കണ്ടു, കൊള്ളാം, ഇങ്ങനെയാണല്ലേ, എന്നാൽ ഓക്കെ പഠിക്കാൻ നോക്കാം. നിങ്ങൾ ഇപ്പം തന്നെ പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാക്കാൻ നോക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഈ വീഡിയോ കണ്ട് ചുമ്മാ തള്ളിക്കളയല്ലേ. പഠിക്കണം, പഠിച്ചേക്കണേടാ.